പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. ലക്ഷോലക്ഷം പ്രിയന്മാരിൽ എൻ്റെ പ്രിയനാണുത്തമ പ്രിയൻ. ലക്ഷോലക്ഷം പ്രിയന്മാരിൽ എൻ്റെ പ്രിയനാണുത്തമ പ്രിയൻ. അവൻ മാത്രം മതി എനിക്ക് ഹത്തിലും പരത്തിലും പാടി ആനന്ദിക്കും. മമ പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസിയോൻ പ്രയാണം ചെയ്യുകയാ. അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസിയോൻ പ്രയാണം ചെയ്യുകയാ. ഇതുവരെ ലജ്ജിപ്പാൻ സംഗതി വന്നില്ല, പാടി ആനന്ദിക്കും. മമ പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. പ്രതികൂല ശക്തികളെൻ്റെ ചുറ്റും പാളയമിറങ്ങി എന്നാലും, പ്രതികൂല ശക്തികളെൻ്റെ ചുറ്റും പാളയമിറങ്ങി എന്നാലും, തെല്ലും അവരെ ഭയപ്പെടാതെന്നും പാടി ആനന്ദിക്കും. മമ പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. കഷ്ടതയാകുന്ന ചൂള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും, കഷ്ടതയാകുന്ന ചൂള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും, തീയുടെ ബലം കെടുത്തുന്നവനുള്ളത് പാടി ആനന്ദിക്കും. മമ പ്രിയനെ നിജഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 118 സങ്കീർത്തനം 24 വാക്യം വായിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, ദൈവം കരുതി വച്ചിരിക്കുന്ന ദിവസം, ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ദിവസം, ദൈവം നമുക്ക് വേണ്ടി കരുതിയ ദിവസം, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിച്ചിരുന്നൊരു വ്യക്തിയാണ്. ദാവീദ് പറയുകയാണ്, ഇത് ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്, സന്തോഷിക്കേണ്ട ദിവസമാണ്. എന്താണ് സന്തോഷിക്കണമെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇടയാകുന്നതാണ് സന്തോഷം. വചനം കിട്ടുന്നതാണ് സന്തോഷം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഇടയാകുന്നതാണ് സന്തോഷം.
ദൈവത്തിൻ്റെ ഇംഗിതം, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനിടയാകുന്നതാണ് സന്തോഷം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. എപ്പോഴും ഓർത്തുകൊള്ളണം, ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, ഇത് അവിടെ നിന്ന് എനിക്ക് വേണ്ടി കരുതിയ ദിവസമാണ്. ഇന്നുള്ള കാര്യങ്ങൾ ഓരോന്നും, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ നിന്ന് അറിഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്ന സമയങ്ങളാണ്. ദൈവം ഉണ്ടാക്കിയ ദിവസമാണ് ഇന്ന്, എനിക്ക് വേണ്ടി കരുതിയ ദിവസമാണ്. എന്നെ രൂപാന്തരപ്പെടുത്താനും സ്വർഗത്തിൻ്റെ അവകാശിയാക്കാനും ദൈവം എനിക്ക് വേണ്ടി കരുതിയ ദിവസമാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. യഹോവയുടെ ദിവസം, ദൈവം എനിക്ക് വേണ്ടി കരുതിയ ദിവസം, എനിക്ക് വേണ്ടി ഒരുക്കിയ ദിവസം. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന എൻ്റെ സൃഷ്ടാവായ ദൈവം എനിക്ക് വേണ്ടി ഈ ദിവസം ഒരുക്കി തന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് ദൈവം എനിക്ക് വേണ്ടി കരുതിയ ദിവസമാണ്. എനിക്ക് വേണ്ടി, വ്യക്തിപരമായി എനിക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ അനേകം ആവശ്യങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ആവലാതികളുണ്ട്, ദുരിതങ്ങളുണ്ട്, വേദന വിഷയങ്ങളുണ്ട്, എല്ലാം ഉണ്ടല്ലോ കർത്താവേ. എന്നാൽ എല്ലാറ്റിൻ്റെയും മധ്യത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഒരു സന്തോഷ ദിവസം തന്നിരിക്കുന്നു. ഇന്ന് എനിക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്. മാറാ രോഗങ്ങളിൽ നിന്ന് മാറിയെന്ന് വരും. കർത്താവേ, നീ കാരണം, നീ ഉണ്ടാക്കിയ ദിവസമായതുകൊണ്ട്. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളെല്ലാം മാറിയെന്ന് വരും, നീ ഉണ്ടാക്കിയ ദിവസമായതുകൊണ്ട്. കർത്താവേ, എനിക്കൊരു സമാധാനം കിട്ടിയെന്ന് വരും, നീ ഉണ്ടാക്കിയ ദിവസമായതുകൊണ്ട്. കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഇന്ന് മഥിക്കുന്ന, ഹൃദയത്തെ അലോസരപ്പെടുത്തുന്ന അനേകം ഭാരങ്ങൾ, ആകുലങ്ങൾ, ആവലാതികളെല്ലാം ഉണ്ട്. അതെല്ലാം മാറുന്ന ദിവസമാണ് ഇന്ന്. നീ എനിക്ക് വേണ്ടി കരുതിയ ദിവസമാണ്. എന്തുകൊണ്ട്? നീയാണ് എല്ലാം തരുന്നത്, നീയാണ് എല്ലാം സൃഷ്ടിച്ചത്, എല്ലാം കരുതുന്നത് നീയാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കുക. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം എന്ന് പറയാൻ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. രക്ഷാ ദിവസം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രക്ഷാ ദിവസമാണിന്ന്. ഇന്ന് എന്നൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്നു. അത് രക്ഷാ ദിവസമാണ്. ശിക്ഷ മാറുന്ന ദിവസമാണ്, ശിക്ഷ ഒഴിവാക്കി തരുന്ന ദിവസമാണ്. ഇത് രക്ഷാ ദിവസമാണ്. ദ ഡേ ഓഫ് സാൽവേഷൻ, രക്ഷാ ദിവസമാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് രക്ഷാ ദിവസം. രക്ഷ എന്ത്? നാം പലരും ചിന്തിക്കുന്നത് രക്ഷ ഈ ഭൗതികമായ കാര്യങ്ങളാണ്. കടമൊന്ന് മാറിക്കെട്ടണം, രക്ഷയായി. മക്കൾ പഠിച്ച് നല്ല നിലയിലാകണം, രക്ഷയായി. ഒരു നല്ല വീട് വയ്ക്കണം, രക്ഷയായി. ഭാര്യ പ്രസവിച്ചിട്ടില്ല, അവൾക്ക് പ്രസവിക്കാനുള്ളതായ ഒരു സാധ്യത ഉണ്ടാകണം, രക്ഷയാണ്. ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്, സംശയമില്ല, രക്ഷാ ദിവസം. പക്ഷേ ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം അതിനും വേണം രക്ഷ, സംശയമില്ല. പക്ഷേ ദൈവം കാണുന്നത് നിത്യതയാണ്. നമ്മുടെ ജന്മം മുതൽ നമ്മുടെ മരണം വരെയുള്ള കാലം കഴിഞ്ഞ് പിന്നീടൊരു നിത്യതയുണ്ട്. അതാണ് ദൈവം കാണുന്നത്, നിത്യത. ആ നിത്യത അനന്തവിശാലമായി കിടക്കുകയാണ്. അറുതിയില്ലാത്ത, അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത ഒരു നിത്യത. ഞാൻ പറയാറുണ്ടല്ലോ, ഇറ്റേണിറ്റി ഈസ് എ റിയാലിറ്റി. അത് ഈ നിത്യത എന്ന് പറയുന്നൊരു വാസ്തവമാണ്, സത്യമായിട്ട് അങ്ങനെയൊന്നുണ്ട് നിത്യത. മരണം കഴിഞ്ഞ് നാം അങ്ങോട്ട് കടന്നു ചെല്ലും. നാം ഈ ലോകത്ത് നിന്ന് മാറി നമ്മുടെ ശരീരം ഇവിടെ കിടക്കും, പക്ഷേ ആത്മാവ് പറന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കും മരണം കഴിഞ്ഞ്. ഓരോരുത്തരും, അതൊരു യാഥാർത്ഥ്യമല്ലേ? നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമെന്നുള്ളത് ഒരു സംശയമില്ല. പലപ്പോഴും നാം ചിന്തിക്കാറില്ല, അതിനോർത്ത് നാം ഒന്നും ഒരുങ്ങാറില്ല. പക്ഷേ സത്യം, ഒരു ദിവസം, അതെന്നോ ഒരു ദിവസം, ചിലപ്പോൾ അടുത്താകാം, ചിലപ്പോൾ അകലെയാകാം, ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. അക്കാര്യം ഉറപ്പാണ്. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയതിന് ശേഷം ആത്മാവ് അനന്തതയിലേക്ക് പ്രവേശിക്കുകയാണ്, നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അനന്തത, നിത്യത, അന്തമില്ലാത്ത ഒരു കാലം. യുഗായുഗങ്ങൾ കഴിഞ്ഞാലും തീരാത്തതായൊരു കാലം. സംവത്സരങ്ങൾ അല്ല, നൂറ്റാണ്ടുകൾ അതല്ല, യുഗങ്ങൾ എല്ലാം കഴിഞ്ഞാലും തീരാത്ത അനന്തമായൊരു വിശാലത, അനന്തവിശാലമായ ഒരു കാലം. അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇതാണ് നാം അറിയേണ്ടത്. പ്രിയപ്പെട്ടവർ, നാം പലപ്പോഴും അതൊന്നും ഓർക്കാറില്ല. എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു ചിന്ത, ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടവനാണ്, ഇവിടെ ഒന്നും എന്നെ പറ്റിപ്പിടിക്കാൻ പാടില്ല, എന്നെ ഒരു ചരടും എന്നെ പുറകോട്ട് വലിക്കാൻ പാടില്ല, ഒരു ചരടും എന്നെ പിറയിലേക്ക് ബന്ധിക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ഒരു പരദേശവാസിയാണ്. ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് കർത്താവ് എനിക്ക് കൃപ തന്നതുകൊണ്ട് ഞാനിവിടെ ഒന്ന് വസിക്കുന്നു മാത്രമേ ഉള്ളൂ. കർത്താവ് എന്നെ ഈ ഭൂമിയിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം ദേശത്തേക്ക് ഞാൻ പോകും, സ്വന്തം ദേശം. അപ്പോൾ അങ്ങ് ആ ദേശത്ത് ചെല്ലുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം സ്വപ്നം പോലെ നമുക്ക് തോന്നും. ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം, നാം പ്രവർത്തിച്ച രംഗങ്ങൾ, നാം പല കാര്യങ്ങളിൽ ഇടപെട്ട രംഗങ്ങളെല്ലാം സ്വപ്നം പോലെ നമുക്ക് തോന്നും.
അത് വാസ്തവമായത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം സ്വപ്ന സമാനമാണ്, സ്വപ്നം പോലെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം നാം ഒരു ക്ഷണികമായ വളരെ തുലവും നിമിഷ നേരങ്ങൾ മാത്രമുള്ള ഒരു ജീവിതമെന്നേ കണക്കാക്കാനുള്ളൂ. നിത്യതയോട് താരതമ്യപ്പെടുത്തുമ്പോൾ നിത്യത എന്ന് പറയുന്ന ആ ഒരു അനന്തമായ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം ഉണരേണ്ടതാണ്. ഒരു ദിവസം ഞാൻ കടന്നു ചെല്ലുമല്ലോ. ഓരോ ദിവസവും നമുക്ക് മനസ്സിൽ ആ ചിന്ത എപ്പോഴും വേണം. അതുകൊണ്ട് മരണം വേണത്തെ ചിന്തിക്കണമെന്നല്ല ഈ പറഞ്ഞത്, ഒരു ചിന്ത വേണം എപ്പോഴും. എൻ്റെ കർത്താവേ, ഒരു ദിവസം ഞാൻ തിരുമുമ്പാവും നിൽക്കേണ്ടി വരുമല്ലോ, ഒരു ദിവസം ന്യായാധിപ സഭയിൽ നിൽക്കേണ്ടി വരുമല്ലോ, ഒരു ദിവസം ന്യായാധിപതിയായ കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ. ഒരു ദിവസം എന്നാണെന്ന് അറിഞ്ഞുകൂടാ, ഒരു ദിവസം കർത്താവേ ഞാൻ അങ്ങോട്ട് വരുമല്ലോ. കാരണം തിരുവചനം അത് പറയുന്നു, പിതാക്കന്മാരത് പറയുന്നു. അതുകൊണ്ട് പിതാക്കന്മാർ വിശ്വസിച്ചു നിത്യതയുണ്ടായെന്ന്. തിരുവചനം പറയുന്നു, വേദപുസ്തകം പറയുന്നു. മതി, വേറെ തെളിവുകളൊന്നും വേണ്ട. ഒരു നിത്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ നിത്യത, അനന്തമായ നിത്യത ക്രിസ്തുവിൻ്റെ കൂടെ ആയില്ലെങ്കിൽ എല്ലാം നഷ്ടമല്ലേ, തീരാ നഷ്ടമാണ്. നമുക്കത് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ്, മഹാനഷ്ടം. നിത്യത ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക. നിത്യത, ആ നിത്യത ക്രിസ്തുവിനോട് ആയിരിക്കുന്നതാണ് രക്ഷ, നിത്യരക്ഷ എന്ന് പറയുന്നത്. ഇന്ന് ഈ രക്ഷ എന്നുള്ള വാക്ക് പലർക്കും അത് അനുഭവമാകുന്നില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു, രക്ഷിക്കപ്പെട്ടു. ചില ചോദിക്കും, രക്ഷിക്കപ്പെട്ടുവോ? ഓ, ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്താണ് രക്ഷിക്കപ്പെടുക പറഞ്ഞാൽ അതുപോലും അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കാതെയാണ് പലരും പറയുന്നത്. എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്കുള്ള നമ്മുടെ ആസക്തികളും ആശ്രയങ്ങളും എല്ലാം മാറി നാം സ്വർഗീയനായി തീർന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതുകൊണ്ട് ആൾ തീർന്നില്ല, തികഞ്ഞില്ല. ഇനിയും വ്യത്യാസം വരേണ്ടിയിരിക്കുന്നു, രൂപാന്തരം വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വചനം കേട്ടൊരു മാനസാന്തരം വന്നു, പ്രകടമായ പാപങ്ങൾ മാറി. പക്ഷേ ആന്തരാത്മാവിലുള്ളതായ പല ബന്ധനങ്ങളോട് തന്നെ കിടക്കുന്നു. നമ്മുടെ സ്വഭാവത്തിലുള്ളതായ പല മാലിന്യങ്ങളോട് കിടക്കുന്നു. സ്വഭാവത്തിൽ ഇന്ന് മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ പോലും വാസ്തവത്തിൽ സ്വഭാവം മാറിയിട്ടില്ല. അവർക്ക് സന്ദർഭം വരുമ്പോൾ കോപം വരുന്നു, സന്ദർഭം വരുമ്പോൾ അശുദ്ധമായ വികാരങ്ങൾ വരുന്നു, വിചാരങ്ങൾ വരുന്നു, അതിൻ്റെ പ്രവൃത്തികൾ വരുന്നു, അഴുക്കായ വഴികളിലേക്ക് പോകുന്നു. സമയം വരുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. ദ്രവ്യാഗ്രഹം വരുന്നു, പണത്തിന് വേണ്ടിയുള്ളതായ ആർത്തി വരുന്നു. രക്ഷിക്കപ്പെട്ടവരാണ്, പണത്തിന് വേണ്ടിയുള്ള ആർത്തി വരുന്നു. രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ വാസ്തവത്തിൽ ജീവിതം, മുന്നോട്ട് പോകുന്ന ജീവിതം ഒന്ന് വഴിതിരിയുന്നത് മാത്രമേ അർത്ഥമുള്ളൂ. തിരിഞ്ഞു, അതുകൊണ്ടായില്ല, ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു, ബഹുദൂരം നടക്കേണ്ടിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു പൂർത്തീകരണമല്ല. അത് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് രക്ഷയുടെ ആ വാതിൽ കൂടി അകത്തേക്ക് കടന്നതേ ഉള്ളൂ. ആളത്തും പഴയത് തന്നെയാണ്. രക്ഷയുടെ നീതിയുടെ വാതിലുകൾ, ആ നീതിയുടെ വാതിലുകൾ കൂടി അകത്തേക്ക് കടന്നു. പക്ഷേ സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇത് ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു, ധാരാളമായി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് സഭകൾ, പല സഭകളും, നവീകരണ സഭകൾ പോലും രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും എല്ലാം ആയി എന്നാണ് ധാരണ. എല്ലാമായി തികഞ്ഞു എന്നാണ് ധാരണ. ഇനി പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടതാണല്ലോ. നവീകരണ സഭകളാണ് പറയും, ഞാൻ ഒന്നുകൂടി സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പാവമൊക്കെ മനുഷ്യനല്ലേ, മനുഷ്യന് പാവം വരും, ബലഹീനതകൾ വരും എന്ന് ചിന്തിച്ച് സാന്ത്വനപ്പെടുത്തുന്ന ആളുകളുണ്ട്, സാന്ത്വനപ്പെടുത്തുന്ന ചിന്താഗതികളുണ്ട്. എന്നാൽ ഈ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന അർത്ഥമില്ല. ഇനി ആളത്വം മാറേണ്ടിയിരിക്കുന്നു, സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു, നമ്മുടെ മനോഭാവം മാറേണ്ടിയിരിക്കുന്നു, നമ്മുടെ ചിന്താഗതികൾ മാറേണ്ടിയിരിക്കുന്നു. രക്ഷ, സ്വഭാവം മാറണം. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്നും സന്തോഷിച്ചാനന്ദിക്കുക. എന്തുകൊണ്ട്? ഇത് രക്ഷാ ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്ന ദിവസമാണ്. ഞാൻ ഒന്നിനൊന്ന് മാറി വരുന്ന ദിവസമാണ്. എൻ്റെ പഴയ സ്വഭാവം മാറി ഞാൻ പുതിയ സ്വഭാവം പ്രാപിക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് ഇതുവരെ ഞാൻ തോറ്റുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ ഞാൻ തോൽവിയല്ല എനിക്ക് ജയം കിട്ടുന്ന ദിവസമാണ്. ഇന്ന് രക്ഷാ ദിവസമാണ്, രക്ഷയുടെ ദിവസം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം ആദ്യത്തെ ഖണ്ഡിക വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് ഞാൻ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. വല്ലാതെ ഒഴുകിപ്പോകാനിട വരരുത്. നമുക്ക് കിട്ടിയ ആത്മീയ അനുഗ്രഹങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തി കളയാനിട വരരുത്, ഒഴുകിപ്പോകരുത്. നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. പിന്നെ
ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ദൂതന്മാർ മുഖാന്തരം ചെയ്ത വചനം സ്ഥിരമായിരിക്കുന്നു. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നീണ്ടൊരു വാക്യമാണത്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? വലിയൊരു രക്ഷയാണ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ലോകത്ത് പതിനായിരക്കണക്കിനല്ല ലക്ഷോപലക്ഷ ആളുകളുണ്ട്. എത്ര പേര് വചനം കേൾക്കുന്നുണ്ട്? എത്ര തുലവും ചുരുക്കം പേര് മാത്രം. കേൾക്കുന്നവരിൽ തന്നെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതും ചുരുക്കം പേര് മാത്രം. കേൾക്കുന്നവർ വിശ്വസിച്ചു പക്ഷേ അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? തുലവും ചുരുക്കം, വളരെ ചുരുക്കം അല്ലേ? നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? വചനം കേൾക്കാൻ എല്ലാവരും വരുന്നുണ്ട്, പക്ഷേ അത് എത്ര പേരുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട്? കേട്ടു അങ്ങ് വിട്ടു, തീർന്നു. അങ്ങനെയല്ല വേണ്ടത്. രക്ഷ സ്വായത്തമാക്കണം, രക്ഷ സ്വന്തമാക്കണം. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എൻ്റെ ആത്മാവ് രക്ഷപ്പെടണം. ദൈവത്തിന് സ്തോത്രം. രക്ഷ ഇത്ര വലിയ രക്ഷ എന്നാണ് പുസ്തകം പറയുന്നത്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അടുത്തത്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുന്നു. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിച്ചു എന്നും അനുഭവങ്ങളുണ്ടല്ലോ. ഓരോരോ ലംഘനത്തിന് അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ഈ വചനം രക്ഷ കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങിയതാണ്. ക്രിസ്തു തന്നെ പറഞ്ഞതാണ്. കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതാണ് ഈ സുവിശേഷം. അതാണ് ഈ രക്ഷയുടെ വചനം. അതാണ്. അടയാളങ്ങൾ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇല്ലേ? നമുക്കൊന്ന് ഓർത്ത് നോക്കൂ. അടയാളം കിട്ടിയില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒരു മാനസാന്തരം ഉണ്ടായപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു സമാധാനമായിരുന്നു, ജീവിതത്തിൻ്റെ ഒരു കെട്ടുറപ്പായിരുന്നു, ഇതൊരു ധൈര്യമായിരുന്നു അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ? ചിന്തിച്ച് നോക്കൂ. ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ രക്ഷയുടെ മർമ്മം പിടികിട്ടി, വചനം കേട്ടു, വചനം സ്വീകരിച്ചു. അപ്പോൾ അവാച്യമായ സമാധാനം കിട്ടി, അത്യന്തം സന്തോഷം കിട്ടി. ഹൃദയത്തിലെ ഭാരങ്ങളെങ്ങോ പോയി മറഞ്ഞു. ഭാരം ഇല്ലാഞ്ഞിട്ടില്ല, ഭാരമൊക്കെ അങ്ങ് മാറുകയാണ്. മനസ്സിൽ നിന്ന് ഭാരം വലിയ കെട്ട് മാറിപ്പോവുകയാണ്. കോപം വരാതാകുന്നു, കോപം വരുന്നില്ല. എന്തൊരു മാറ്റം വന്നത്! കയ്യിൽ എന്നേത് കയ്യിൽ ഇരിക്കരുതെന്ന് ചിന്ത വരുന്നു. എല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഹൃദയത്തിലുള്ളതായ ആ തീരുമാനം വാസ്തവത്തിൽ പ്രവൃത്തിയിൽ വരുന്നു. അങ്ങനെ വേണ്ടാത്തതെല്ലാം ഉപേക്ഷിക്കുന്നു. ദുശ്ശീലങ്ങൾ മാറുന്നു. മുമ്പ് കോപിക്കേണ്ടെന്ന് വിചാരിച്ചാലും കോപിച്ചു പോകുന്നു. ഇപ്പോഴങ്ങനെയല്ല. രാമാനുസന്തരപ്പെട്ട് കഴിയുമ്പോൾ ആ ആദ്യകാലങ്ങളിൽ നമ്മളെല്ലാം ഒരു ലഹരി പിടിച്ചവരെ പോലെയാണ്. സുബോധത്തിൽ ലഹരി കലർന്നതുപോലെ അതുപോലൊരു അനുഭവത്തിൽ വരികയാണ്. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അതാണ് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നു. പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് നമുക്ക് വേണ്ടി ഈ വചനം സാക്ഷ്യമായി തന്നു. വചനം കിട്ടി. ദൈവത്തിന് സ്തോത്രം. അനുഭവങ്ങളിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒന്ന് ഓർത്ത് നോക്കൂ. ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ. നിങ്ങളിൽ പഴയകാലം മുതലേ ഈ കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് അറിയാം, അവരുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയ ലഹരിയായിരുന്നു ആത്മീയം. ആനന്ദത്തിൻ്റെ ആ ലഹരിയിൽ ഉണർന്നതായൊരു സമയം, വചനം കേട്ടപ്പോഴുണ്ടായ സന്തോഷം, വചനം സ്വീകരിച്ചപ്പോഴുണ്ടായ ഒരു സമാധാനക്കേടുള്ള വിഷയങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഏശാതായി, അത് ഉള്ളത്തിൽ കടക്കാതായി. ആളുകളുടെ നീരസമോ ഇഷ്ടക്കുറവോ മുഷ്ടിലവരാകുന്ന അവസരങ്ങളുണ്ടായി. പക്ഷേ മുഷ്ടിൽ വരുന്നില്ല, ഇഷ്ടക്കുറവ് വരുന്നില്ല, വിരോധം വരുന്നില്ല, ഹൃദയം നിഷ്കളങ്കമായി. ഇല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചാൽ കാണാം. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനിയും ഈ ജീവിതത്തിലെ അലങ്കോലങ്ങളിലൊന്നും നമ്മുടെ മനസ്സ് മാറാതെ, മനസ്സ് ചായാതെ, നിത്യനായ രക്ഷകൻ്റെ ആ സ്നേഹം അനുഭവിച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച നാളുകൾ. അന്ന് നാവിൽ സ്തുതിയുണ്ടായിരുന്നു, ചുണ്ടിൽ സ്തുതിയുണ്ടായിരുന്നു. അന്ന് എവിടെയെങ്കിലും യാത്ര ചെയ്തു പോകുമ്പോഴും ഇങ്ങനെ സ്തുതി എന്ന് ഉറക്കെ കേൾപ്പിച്ചില്ലെങ്കിലും പയ്യെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ ചുണ്ട് അനങ്ങിക്കൊണ്ടിരുന്നു. ഇല്ലേ? ഓർത്ത് നോക്കൂ. കാലങ്ങൾ തിരിഞ്ഞു നോക്കൂ. പഴയതിലേക്ക് തിരിഞ്ഞു നോക്കണം. നാം ഇന്ന് സംതൃപ്തരായിട്ടിരിക്കുകയാണ്. സംതൃപ്തരായിരിക്കാൻ പറ്റില്ല, തൃപ്തിപ്പെട്ടിരിക്കാൻ പറ്റുകയില്ല. പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കണം. ദൈവത്തിന് സ്തോത്രം. 1973 കാലങ്ങളിൽ ഈ പ്രദേശത്തുണ്ടായ ആത്മീയ ഉണർവിൻ്റെ സമയങ്ങളിൽ എന്ത് വലിയ മാറ്റമാണ് ഉണ്ടായത്! എന്ത് വലിയ മാറ്റം!
അത് അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടായത്. പനകളിൽ കള്ളുണ്ടാക്കുന്ന പനകളിൽ അവിടെ ഉടമസ്ഥൻ തന്നെ നിർബന്ധിച്ച് ആ പന വെട്ടിച്ചു, പന വെട്ടിക്കളഞ്ഞു. ഇതുകൊണ്ട് കള്ള് വേണ്ട, ഇനി അത് ഉണ്ടാക്കണ്ട തീരുമാനിച്ചു. എത്രയോ കുടുംബങ്ങൾ, എത്രയോ വീടുകൾ. എന്ത് വലിയ മാറ്റമാണ് ഉണ്ടായത്. പരസ്പരം കലഹിച്ചിരുന്നവരെ ചെന്ന് മാപ്പ് ചോദിക്കുന്നു. പരസ്പരം ഭിന്നിച്ചിരുന്നവർ ആ ഭിന്നതയെല്ലാം മറന്ന് മാപ്പ് ചോദിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു, സ്നേഹമാകുന്നു. എന്തൊരു മാറ്റം. വിവാഹമോചനത്തിന് തയ്യാറായിരുന്നവരെ വിവാഹമോചനം വേണ്ട എന്ന് ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്തൊരു മാറ്റം. ഒരു വലിയ വീര്യപ്രവൃത്തികൾ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നിലയിക്കൊണ്ട് സാക്ഷി നിന്നു. അനേകം വീര്യപ്രവൃത്തികൾ നിങ്ങൾക്ക് കണ്ടതാണ്. ഈ കൂട്ടത്തിൽ വീര്യപ്രവൃത്തികൾ കാണാത്ത ഇപ്പോൾ ഈയിടെ വന്ന ചില ആളുകളെല്ലാം ഒഴിച്ച് ബാക്കി എല്ലാവരും വീര്യപ്രവൃത്തികൾ കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ കണ്ടതാണ്. മന്നാസൻ രോഗികൾ രക്ഷപ്പെടുന്നത് കണ്ടതാണ്. ആശിക്ക് വകയിലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് രക്ഷപ്പെടുന്നത് കണ്ടതാണ്. ഡെയ്സറിന് അമ്പേടുന്ന ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നെയും 2-3 കൊല്ലം പിന്നെ ആൾ ജീവിക്കാൻ ഇടയായത് മനുഷ്യർ കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ കണ്ടവരാണ് നാം ഓരോരുത്തരും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ജീവനുള്ള ദൈവം നമുക്ക് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നിലയ്ക്കൊണ്ട് സാക്ഷി നിന്നു. ഏതാണ് ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ. ഈ രക്ഷാ ദിവസം പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ രക്ഷ അനുഭവിക്കാതെ എഴുന്നേൽക്കരുത്. കർത്താവോട് പറയണം, കർത്താവേ, ഇന്നത്തെ സ്ഥിതിയിൽ ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ്, ശിക്ഷയ്ക്ക് അർഹനാണ്. കർത്താവേ, നിത്യമായ ശിക്ഷയ്ക്ക് അർഹനാണ്, നിത്യമായ നരകത്തിന് യോഗ്യനാണ്. കർത്താവേ, എൻ്റെ അവസ്ഥ ഭയാനകമാണ്. എനിക്ക് ചിലപ്പോഴെല്ലാം അതിന് കേൾക്കുമ്പോൾ ഒരു തകർച്ച കിട്ടിയാലും പിന്നെയും ഞാൻ പാപത്തിലേക്ക് പോകുന്നു, പിന്നെയും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു, ലോകത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ചില മ്ലാനതകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. മ്ലാനതകൾ, ചില ദുഃഖവിഷയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ എൻ്റെ ഹൃദയം ഇങ്ങനെ ചാഞ്ഞ് ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവോ നിത്യനരകത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. ആത്മാവ് നിത്യനരകത്തിലേക്ക്. എൻ്റെ കർത്താവേ, ഈ ദൗർഭാഗ്യം എനിക്ക് വരരുതേ. ഈ വലിയ ഭയാനകമായ ദോഷം എനിക്ക് സംഭവിക്കരുതേ. നിത്യത നശിക്കാനിടവരല്ലേ, നിത്യതയിലേക്ക് ഞാൻ പോകാനിടവരല്ലേ, നിത്യനാശത്തിലേക്ക് പോകാനിടവരല്ലേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകം ആളുകളും മരവിച്ചിരിക്കുകയാണ്, മരവിച്ചിരിക്കുന്നു. കിട്ടിയത് എന്ത് എന്നറിയുന്നില്ല, ആര് ഇടപെട്ടു എന്നറിയുന്നില്ല, നിങ്ങൾ ഹൃദയത്തോട് ആര് സംസാരിച്ചു എന്നറിയുന്നില്ല, നിങ്ങൾക്കപ്പോൾ തീരുമാനമെടുക്കാൻ കൃപ തന്നത് ആരാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അനേകരും കൂട്ടായ്മ മാത്രമേ കാണുന്നുള്ളൂ. കൂട്ടായ്മയെ കാണുന്നു, പന്തൽ കാണുന്നു, ജനസമൂഹത്തെ കാണുന്നു. അതിനപ്പുറം നിൽക്കുന്ന കർത്താവായ യേശുവിനെ കാണുന്നില്ല. എല്ലാവരും ഉയർന്നു നിൽക്കുന്ന കർത്താവായ യേശുവിനെ കാണുന്നില്ല. യേശുവിനെ കാണുക, യേശുവിനെ നോക്കുക. സ്തോത്രം. അവനിതാ രോഗം ശീലിച്ചവനായി നിൽക്കുന്നു, രോഗം ശീലിച്ചവനായി. അവനിതാ ദുഃഖിതനായി നിൽക്കുന്നു. ജനത്തെ നോക്കി അവൻ വേദനയോടെ നിൽക്കുന്നു, ജനത്തെ നോക്കി നിൽക്കുന്നു. ശിക്ഷ അത്യധികം സമീപസ്ഥമാണ് എന്നറിഞ്ഞിട്ടും ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്നോർത്ത് കർത്താവ് വേദനിച്ച് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഇത് കേൾക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയണം, കർത്താവേ, എനിക്ക് മറ്റൊന്നും വേണ്ട. സ്തോത്രം. വേറൊന്നും വേണ്ട. എനിക്ക് നിത്യരക്ഷ തന്നാൽ മതി, നിത്യരക്ഷ, നിത്യജീവൻ തന്നാൽ മതി. കർത്താവേ, നിത്യജീവൻ, വേറൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതും ആഗ്രഹിച്ച മനുഷ്യനാണ്. വേണ്ട കർത്താവേ, വേണ്ട. എൻ്റെ ജോലിയെക്കുറിച്ച് ഞാൻ പലതും ആഗ്രഹിച്ചു, എൻ്റെ കടത്തെക്കുറിച്ച് ഞാൻ പലതും ആഗ്രഹിച്ചു, എൻ്റെ വീടിനെക്കുറിച്ച് ഞാൻ പലതും ആഗ്രഹിച്ചു, എൻ്റെ മക്കളെക്കുറിച്ച് പലതും ആഗ്രഹിച്ചു. കർത്താവേ, എല്ലാം മാറി മറിയും. ഞാൻ അപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ എല്ലാം പോകും. അതുകൊണ്ട് ഇന്ന് എനിക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ഒറ്റയ്ക്കൊരു കാര്യമാണ്. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. രക്ഷ എനിക്ക് തരണം, രക്ഷാ ദിവസമാക്കി തരണം. രക്ഷാ ദിവസം, ശിക്ഷ മാറുന്ന ദിവസം. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുമെന്നാണ് പ്രശ്നം പറയുന്നത്. ഇത്ര വലിയ രക്ഷയാകാൻ കാരണം അത്ര വലിയ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഇത്ര വലിയ രക്ഷ, അത്ര വലിയ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? വലിയൊരു രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് രക്ഷാ ദിവസമാണ്. രക്ഷയുടെ അനുഗ്രഹം പകരുന്ന ദിവസമാണ്. സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ എല്ലാം മറന്ന് യേശുവിനെ നോക്കുക, യേശുവിലേക്ക് നോക്കുക. എല്ലാം മറന്ന് യേശുവിനെ കാണുക. കൂട്ടായ്മയെ മറക്കുക, ദൈവമക്കളെ മറക്കുക, വചനം പറയുന്നവരെ മറക്കുക, എല്ലാം മറക്കുക. ഒരേ ഒരു കാര്യം, യേശു നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. തേജോമയനായി നിൽക്കുന്ന ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുക. അവൻ്റെ ആ മഹത്വമേറിയ മുഖത്ത് അടിയേറ്റ പാടുകളുണ്ട്. കന്നത്ത് അടിയേറ്റു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ശിരസിൽ നിന്ന് തിരരക്തം വാർന്നൊഴുകുന്നത് നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൈകാലുകൾ മുറിവേറ്റിരിക്കുന്നു, ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവൻ ചങ്കിലേക്ക് കൊണ്ട് കുത്തിയിരിക്കുന്നു, ചോര ഒഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചെഞ്ചോര
ചൊരിയുന്നതായ രാജാധിരാജനായ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ വന്നുകൊണ്ട് കർത്താവോട് പറയുന്നത്, കർത്താവേ എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷക, എനിക്ക് രക്ഷ തരുവാൻ വേണ്ടി ശിക്ഷയേറ്റ കർത്താവേ, ഇന്ന് ഞാൻ എന്നെ നിനക്ക് തരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവേ, എനിക്ക് വേണ്ടി ശിക്ഷയേറ്റ യേശുവേ, എനിക്ക് രക്ഷ തരാൻ വേണ്ടി ശിക്ഷയേറ്റ യേശുവേ, എൻ്റെ ആയുസ് ഞാനിതാ നിനക്ക് തരുന്നു, എൻ്റെ ഭാവി ഞാൻ നിനക്ക് വരുന്നു. എന്നോട് നീ മനസ്സിലെയ്യണമേ, എന്നെ നീ രക്ഷിക്കണമേ, എൻ്റെ മേൽ നിന്റെ കൃപ പകരണമേ, എനിക്ക് രക്ഷാദിവസമാക്കി തരണമേ, ഇന്നത്തെ ദിവസം രക്ഷാദിവസമാക്കി തരണമേ. പ്രാർത്ഥിക്കൂ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ മക്കളെ സന്ദർശനത്തിനായി നന്ദിയുടെ സ്തോത്രം. ഇത് രക്ഷാദിവസമാകിയാൽ നന്ദിയുടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ കൃപ കൂടി ഉണ്ടായിരിക്കണമേ കർത്താവേ. ഇന്ന് പുതിയ വെളിച്ചം കണ്ടു എന്നുള്ള അനുഭവത്തോടെ എഴുന്നേൽപ്പാൻ ഭാഗ്യം തരണമേ. രക്ഷിതാവിനെ കണ്ടെത്തി എന്നുള്ളതായ അത്ഭുത സമയം ലഭിച്ചു എന്നുള്ളതുകൊണ്ട് സന്തോഷിച്ച് ഈ ഇതിൻ്റെ പ്രിയമക്കൾ ആനന്ദിപ്പാണ്ടിയാകണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തവരിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്ന കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.